ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിലെ 16ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ്. ഒന്നാമത്തേതാണ്, when the sun is at an elevation of 40 degree, the length of a tree's shadow is 18 meter. What is the height of tree? What would be the length of the shadow when the sun is at an elevation 80 degree? രണ്ട് പാർട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഷാഡോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. When the sun is at an elevation of 40 degree, the length of the shadow is 18 meter. What is the height of the tree? അതാണ് ഫസ്റ്റ് പാർട്ട്. ഒന്ന് പടം വരച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ട്രീ എന്ന് വിചാരിക്കുക. അപ്പോൾ ഷാഡോ ഉണ്ടാവുന്നത് എങ്ങനെയാ? ഇവിടെ നിന്ന് ലൈറ്റ് റൈസ് ചെരിഞ്ഞ് പതിക്കുമ്പോൾ എന്തോ സംഭവിക്കും? ഇത്രയും പാർട്ടിന്, അതായത് ഈ മരം നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റൈസ് ഇതിന്റെ മുകളിലേക്കുള്ളിലൂടെയുള്ള ലൈറ്റ് റൈസ് ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഈ ഭാഗത്തെ ലൈറ്റ് റൈസ് ഇങ്ങോട്ട് വരുന്നില്ല. ഇതാണ് ഷാഡോ ഓഫ് ദി ലെങ്ത് ഓഫ് ദി ഷാഡോ എന്ന് പറയുന്നത്. അപ്പോൾ മരത്തിന്റെ ഉയരം ഇതാണ്. ലെങ്ത് ഓഫ് ദി ഷാഡോ തന്നിട്ടുണ്ട്. എത്രയാണ്? ലെങ്ത് ഓഫ് ദി ഷാഡോ 80 മീറ്റർ. അപ്പോൾ വെൻ ദി സൺ ഈസ് അറ്റ് ആൻ എലിവേഷൻ 40 ഡിഗ്രി, എലിവേഷൻ ആണ് 40 ഡിഗ്രി എന്നേക്കണേ. ആംഗിൾ ഓഫ് എലിവേഷൻ എന്നുള്ള ഈ സൺറൈസിനും ഈ ഷാഡോ ഗ്രൗണ്ടുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ആണ്. അത് 40 ഡിഗ്രി ആണ്. ഇപ്പോൾ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ 40 ഡിഗ്രി. അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈറ്റ് ഓഫ് ദി ട്രീ എന്ന് പറയുന്നത്. ഷാഡോയുടെ ലെങ്ത് ആണ് 18 മീറ്റർ. ദാറ്റ് ഈസ് അഡ്ജസന്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, അഡ്ജസന്റ് സൈഡ് അറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ടാൻ എടുക്കാം. അപ്പോൾ ആംഗിൾ മാറ്റി എടുക്കണ്ട, ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടാൻ 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എച്ച് അഡ്ജസന്റ് 18. അപ്പോൾ h/18. അപ്പോൾ h ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു ടാൻ 40. അതായത് ഹൈറ്റ് ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ഇൻറ്റു ടാൻ ഓഫ് ദി ആംഗിൾ. അപ്പോൾ 18 ഇൻറ്റു ടാൻ 40. ടാൻ 40യുടെ വാല്യൂ നമുക്ക് വന്നിട്ടുണ്ട്. എത്രയാ? 0.8391. അപ്പോൾ 18 ഇൻറ്റു 0.8391, അതായത് 15.10 മീറ്റർ. ദാറ്റ് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ട്രീ. അപ്പോൾ ട്രീയുടെ ഹൈറ്റ് കിട്ടി നമുക്ക്. മരത്തിന്റെ ഉയരം 15.10 മീറ്റർ ആണ്. ഇനി സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? What would be the length of the shadow when the sun is at an elevation 80 degree? അപ്പോൾ ഇതേ മരത്തിന്റെ നിഴലിന്റെ നീളം 80 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ, സമയം മാറുന്നതനുസരിച്ച് നിഴലിന്റെ നീളത്തിന് വ്യത്യാസം വരും. അപ്പോൾ കുറച്ചുകൂടെ ആംഗിൾ ഓഫ് എലിവേഷൻ കൂടി വരുന്ന സമയത്ത് വാട്ട് വുഡ് ബി ദി ഹൈറ്റ് ഓഫ് ദി ലെങ്ത് ഓഫ് ദി ഷാഡോ എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ വരും? പടം വരയ്ക്കാം. ഇത് ട്രീയുടെ ഹൈറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് 15.10. ആംഗിൾ ഓഫ് എലിവേഷൻ 80 ഡിഗ്രി ആണ്. അപ്പോൾ 80 ഡിഗ്രി ആണിത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അറിയാം, അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആംഗിൾ എന്ത് എടുക്കണം? കണ്ടുപിടിക്കേണ്ട ഓപ്പോസിറ്റ് സൈഡ് ആക്കി വരണം. അതിന് വേണ്ടിയിട്ട് ആംഗിൾ മാറ്റി എടുക്കണം. അപ്പോൾ 80 എന്നുള്ള 90 കുറച്ച് 10 ഡിഗ്രി. ഈ ആംഗിൾ 10 ഡിഗ്രി. അപ്പോൾ ഇത് അഡ്ജസന്റ് സൈഡ് 15.1 മീറ്റർ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. 15.10 എന്ന് പറഞ്ഞാൽ 15.1 തന്നെ. അപ്പോൾ 15.1 മീറ്റർ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് അറിയില്ലാതെ എക്സ് എന്ന് എടുത്തു. ദാറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദി ഷാഡോ. ഇതാണ് ഷാഡോയുടെ ലെങ്ത്. കുറച്ചുകൂടെ ഉച്ചയോടെ അടുത്ത സമയമാണ് 80 ഡിഗ്രി ആംഗിൾ പതിക്കുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ദി ഷാഡോ കുറവായിരിക്കും. അപ്പോൾ അഡ്ജസന്റ് സൈഡ് അറിയാം, ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ടാൻ 10 എടുക്കുക. ടാൻ 10 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എക്സ്, അഡ്ജസന്റ് സൈഡ് 15.1. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 15.1 ഇൻറ്റു ടാൻ 10. ദാറ്റ് ഈസ് 15.1 ഇൻറ്റു ടാൻ 10 എന്ന് പറഞ്ഞാൽ 0.1763 നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.66213 കിട്ടും. അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 2 ഡെസിമൽ പ്ലേസിൽ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 2.66 മീറ്റർ. അത് 2 മീറ്ററും 66 സെന്റിമീറ്ററും. അതാണ് ലെങ്ത് ഓഫ് ദി ഷാഡോ. അപ്പോൾ സമയം മാറിയപ്പോൾ ലെങ്ത് ഓഫ് ദി ഷാഡോ മാറി. ഹൈറ്റ് ഓഫ് ദി ട്രീ മാറ്റമില്ല. സമയം മാറിയാൽ ഹൈറ്റ് ഓഫ് ദി ട്രീ. ഇത് ഈ എക്സാമ്പിളിൽ നമ്മൾ ഹൈറ്റ് ഓഫ് ദി ട്രീ കണ്ടുപിടിച്ചു. ആ ഹൈറ്റ് ഓഫ് ദി ട്രീയുടെ ഉപയോഗിച്ച് ഈ ലെങ്ത് ഓഫ് ദി ഷാഡോ കണ്ടുപിടിച്ചു. അപ്പോൾ 2 പാർട്ടിന്റെ ആൻസർ കിട്ടി. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് എ പേഴ്സൺ സീസ് ദി ഫുട്ട് ഓഫ് എ shop 30 meter away at an angle of depression 25 degree. What is the height of the building? അപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ട് ഒരാള് കുറച്ച് അകലെയുള്ള ഒരു ഷോപ്പിന്റെ ചൂടറ്റം വീക്ഷിക്കുന്നു. എത്ര മീറ്റർ അവയാണ്? 30 മീറ്റർ അവയാണ്. 30 മീറ്റർ അകലെയുള്ള ഒരു ഷോപ്പ്. ആ ഷോപ്പ് ദർശിക്കുക. എത്ര ഡിഗ്രി ആംഗിളില്? 25 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ കാണുന്നു. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്? ഓക്കെ, നമുക്ക് ഫിഗർ വരച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ബിൽഡിംഗ് എന്ന് വിചാരിക്കുക.
ഇവിടെ നിന്ന് 30 മീറ്റർ അകലെ ഒരു ഷോപ്പ് ഉണ്ട്. ഇനി ഇവിടെ എന്നിട്ട് ആളുടെ ഹൈറ്റ് തന്നിട്ടില്ല. ആളുടെ ഹൈറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആളെ ഒരു പോയിന്റ് ആയിട്ട് കണക്കൂട്ടിയാൽ മതി. അപ്പൊ ഇവിടെ നിന്ന് ഈ ഷോപ്പിന്റെ ചുവടറ്റം വീക്ഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഷോപ്പിന്റെ ചുവടറ്റത്തോട്ട് നോക്കുന്നത് ഇതാണ് ലോവേഡ് വ്യൂ, ഇത് സ്ട്രെയിറ്റ് വ്യൂ. ഈ ആംഗിൾ 25 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ് ഷോപ്പിന്റെ ചുവടറ്റം വീക്ഷിക്കുന്നത്. അപ്പോ ഇത് ഈ ഡിസ്റ്റൻസ് ആണ് 30. അതായത് ഇത് 25 ആകുമ്പോൾ ഇതും 25 വരും. അപ്പോ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്, അഡ്ജസ്റ്റ് സൈഡ് അറിയാം. ഓക്കെ, അപ്പോ 25 ഇത് 25, അതായത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നെയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ, രണ്ട് ഈക്വൽ ആയിട്ട് വരും. കാരണം ഇത് രണ്ടും പാരലൽ ആണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പൊ ഇത് 25, ഇത് 25. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് ആണ്, അതായത് ലെങ്ത് ഓഫ് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് എടുത്താൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് എച്ച്. അഡ്ജസന്റ് സൈഡ് 30 മീറ്റർ. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് എച്ച്. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഏത് എടുത്താൽ മതി? tan 25 is equal to h/30. അപ്പൊ h is equal to 30 into tan 25. അപ്പൊ 30 into tan 25ന്റെ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും 0.4663 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13.989 മീറ്റർ. അത് രണ്ട് ഡെസിമൽ പ്ലേസിൽ കറക്റ്റ് ചെയ്യുമ്പോൾ 13.99 മീറ്റർ. അതായത് ഈ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 13.99 മീറ്റർ എന്ന് പറഞ്ഞാൽ 13 മീറ്ററും 99 സെന്റിമീറ്ററും, ഏകദേശം അപ്രോക്സിമേറ്റ്ലി 14 മീറ്റർ എന്ന് പറയാം. അപ്പോൾ ദാറ്റ് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പോൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നോ അകലെയുള്ള ഒരു ഒബ്ജക്റ്റ് വീക്ഷിച്ചിട്ട് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചാണ് നമ്മൾ കണ്ടത്. വേറെ ഒരു ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യമാണ് ടെക്സ്റ്റ് ബുക്കിലെ. ഫ്രം ദി ടോപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് പോസ്റ്റ് 2 വയേഴ്സ് ആർ സ്ട്രക്ചർഡ് ടു either side and attached to the ground, making an angle 55 degree and 45 degree with the ground. The distance between the feet of the wires is 25 meter. What is the height of the post? Electric post ന്റെ ഹൈറ്റ് ആണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റ്, ആ ഇലക്ട്രിക് പോസ്റ്റിന്റെ രണ്ട് വശത്തേക്ക് ഓരോ വയർ വലിച്ചു കെട്ടിട്ടുണ്ട്. ഒരെണ്ണം 55 ഡിഗ്രി ആംഗിളിൽ, മറ്റൊരെണ്ണം 45 ഡിഗ്രി ആംഗിളിൽ. ഈ ഫുട്ട് ഓഫ് ദി വയേഴ്സ്, അതായത് കെട്ടിയിരിക്കുന്ന പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 25 മീറ്റർ. നമ്മളോട് ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റ് കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കൊരു ഫിഗർ വരച്ച് നോക്കാം. അപ്പൊ ഇത് ഗ്രൗണ്ട്, ഒരു ഇലക്ട്രിക് പോസ്റ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വയർ വലിച്ചു കെട്ടിയിരിക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വയർ വലിച്ചു കെട്ടിയിരിക്കുന്നു. ഇത് 45 ഡിഗ്രി ആണ്, ഇത് 55 ഡിഗ്രി ആണ്. ഒരെണ്ണം 45, ഒരെണ്ണം 55. ഏത് സൈഡിലെടുത്താലും കുഴപ്പമില്ല. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് 25 മീറ്റർ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫുട്ട് ഓഫ് ദി വയേഴ്സ് ഈസ് 25 മീറ്റർ. അപ്പൊ ഇത്ര ഉള്ളൂ ഫിഗർ. ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് രണ്ട് വശത്തേക്ക് ഓരോ വയർ വലിച്ചു കെട്ടിയിരിക്കുന്നു. ഇത് 55 ഡിഗ്രി ആംഗിൾ, ഇത് 45 ഡിഗ്രി ആംഗിൾ. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ് എച്ച് എന്ന് എടുത്തു. അപ്പോൾ ഈ ഡിസ്റ്റൻസും അറിയില്ല, ഇതും അറിയില്ല, പക്ഷെ ഇതിന്റെ സം അറിയാം. അപ്പോൾ ഒരു കാര്യം ചെയ്ത് എക്സ് എന്ന് എടുക്കാം. ഈ ഡിസ്റ്റൻസ്, വൺ ഓഫ് ദി ഡിസ്റ്റൻസ് ഈസ് ടേക്കൺ ആസ് എക്സ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 25 ആണ്. അതിന് ഈ എക്സ് പോകുന്നതാണ് ഇത്. അപ്പൊ 25 മൈനസ് എക്സ് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഒരെണ്ണം എക്സ്, ഏതെങ്കിലും ഒരെണ്ണം എക്സ് എടുക്കുക. അപ്പോൾ അത് 25 മൈനസ് എക്സ്. അപ്പൊ രണ്ട് ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്. ഈ ട്രയാങ്കിളിൽ നിന്ന് എച്ചും എക്സും തമ്മിലുള്ള റിലേഷൻ കിട്ടും. ഈ ട്രയാങ്കിളിൽ നിന്നും എച്ചും എക്സും തമ്മിലുള്ള റിലേഷൻ കിട്ടും. അപ്പൊ അതിൽ നിന്ന് എച്ചും എക്സും കണ്ടുപിടിക്കാം. നമുക്ക് എച്ച് മതി. ക്ലിയർ ആണല്ലോ? അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. tan 55 is equal to, ഇത് ഈ ട്രയാങ്കിൾ എടുത്തു, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് എച്ച്, അഡ്ജസന്റ് സൈഡാണ് എക്സ്. അപ്പൊ tan 55 is equal to h by x. അപ്പൊ h is equal to, ഡിവൈഡ് ചെയ്യാനുള്ള എക്സ് ഇപ്പോഴും വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനാവും, x tan 55. x tan 55. tan 55ന്റെ വാല്യൂ നമുക്കറിയാം 1.4281 ആണ്. അപ്പോ 1.4281 x ആണ് h. ഓക്കെ, അപ്പൊ h കിട്ടി ഇൻ ടേംസ് ഓഫ് എക്സിൽ. അപ്പൊ h is equal to 1.4281 x. ഒരു റിലേഷൻ കിട്ടി ഇതിൽ നിന്ന്. മറ്റേ ഈ ട്രയാങ്കിൾ എടുക്കുമ്പോഴോ ഇത് 45 ഡിഗ്രിയാ. 45 ഡിഗ്രി ആംഗിളുള്ള റൈറ്റ് ട്രയാങ്കിൾ, ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ ഈ ലെങ്ത് തന്നെയാണ് ഈ ലെങ്ത്. അപ്പൊ എച്ചും 25 മൈനസ് എക്സ് ഈക്വൽ ആണ്. ഇപ്പൊ സെക്കൻഡ് റിലേഷൻ കിട്ടി. ഇവിടെ നമുക്ക് വേറെ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം 45 ഡിഗ്രി ആംഗിളുള്ള റൈറ്റ് ട്രയാങ്കിൾ ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ബേസും മോൾട്ടിറ്റ്യൂഡ് ഈക്വൽ ആണ് അല്ലേ? അപ്പൊ ഇത് 25 മൈനസ് എക്സ്, ഇത് എച്ച് എന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ എച്ചും 25 മൈനസ് എക്സ് ഈക്വൽ ആണ്. അതില് എച്ചിന്റെ സ്ഥാനത്ത് നമുക്ക് 1.4281 എക്സ് എന്ന് എഴുതാം. എച്ചിന്റെ സ്ഥാനത്ത് 1.4281 എക്സ് ഈക്വൽ ടു 25 മൈനസ് എക്സ്. ഇനി എന്ത് ചെയ്യണം?
ഈ എക്സ് ഒക്കെ ഒരു സൈഡിൽ കൊണ്ടുവരും. അപ്പോൾ 1.4281x മൈനസ് എക്സ് ഇപ്പോൾ വരുമ്പോൾ പ്ലസ് എക്സ് ഈക്വൽ ടു 25. അപ്പോൾ 1.4281 1 കൂടി ആഡ് ചെയ്താൽ 2.4281. അപ്പോൾ 2.4281x ആണ് 25. അപ്പോൾ 2.4281x 25 ആകുമ്പോൾ എക്സ് കാണുന്നത് എന്ത് ചെയ്യണം? 25/2.4281. ഇപ്പോൾ 4 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ 4 സീറോയും കൂടി കൊടുത്തിട്ട് ഡെസിമൽ പ്ലേസ് കളയാം. അപ്പോൾ ആൻസർ എന്ത് വരും? 2,50,000/24,281 ഡിവൈഡ് ചെയ്യുക. നമുക്ക് 10.296 എന്ന് കിട്ടും. അത് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 10.30 എന്ന് പറയും. 29 കഴിഞ്ഞിട്ട് 6 ആയതുകൊണ്ട് മോർ ദാൻ 5 ആകുമ്പോൾ 1 അപ്പോൾ 29 എന്നുള്ള 30 ആവും. അപ്പോൾ 10 മീറ്റർ 30 സെന്റിമീറ്റർ, അതായത് 10.30 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്. അപ്പൊ ഹൈറ്റ് നമ്മളോട് കാണാൻ പറഞ്ഞത്, എച്ച് കാണാൻ പറഞ്ഞത്. എച്ച് കാണാനുള്ള ഫോർമുല എന്താ? എച്ച് ഇസ് ഈക്വൽ ടു 25 - x എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 10.30 എന്ന് കൊടുക്കുക. അപ്പൊ 25 - 10.30 ദാറ്റ് ഈസ് 14.70 മീറ്റർ. ഇതിൽ കൊടുത്താലും കിട്ടും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. ഇത് എളുപ്പം ഇതാണ്. എച്ച് ഇസ് ഈക്വൽ ടു 25 - x എഴുതിയിട്ടുണ്ട്. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു 25 - എക്സിന്റെ സ്ഥാനത്ത് 10.30. അപ്പൊ 25 - 10.30 എന്ന് പറയുമ്പോൾ 14.70 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദി ഇലക്ട്രിക് പോസ്റ്റ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.